ലെസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 158ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയുന്നു സദൃശ്യവാക്യം 1 മുതൽ 4 വരെ, 2 കൊരിന്ത്യർ 9 അധ്യായം. ഇതിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേട്ടോ. ഓൾറെഡി എല്ലാവരും വായിച്ച് റെഡി ആയിട്ടിരിക്കായിരിക്കുന്നു കരുതുന്നു. ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ആദ്യത്തെ ചോദ്യം, സദൃശ്യവാക്യത്തിൽ ആദ്യം രേഖപ്പെടുത്തിയിരിക്കുന്ന അവയവം ഏത്? സദൃശ്യവാക്യത്തിൽ ആദ്യം രേഖപ്പെടുത്തിയിരിക്കുന്ന അവയവം ഏത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സ്നേഹം അല്ലെങ്കിൽ വാത്സല്യം എന്നർത്ഥം വരുന്ന ഒരു പദം ബൈബിളിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു സ്ത്രീനാമമാണ് എങ്കിൽ പദം ഏത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. സ്നേഹം അല്ലെങ്കിൽ വാത്സല്യം എന്നർത്ഥം വരുന്ന ഒരു പദം ബൈബിളിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു സ്ത്രീ നാമമാണെങ്കിൽ അല്ലെങ്കിൽ ആണ്, എന്നാൽ പദം ഏത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, തുല്യ പങ്ക് എന്നതിന്റെ മറ്റൊരു വാക്ക് എന്ത്? തുല്യ പങ്ക് എന്നതിന്റെ മറ്റൊരു വാക്ക് എന്ത്? നാലാമത്തെ ക്വസ്റ്റ്യൻ, പാഴ് സസ്യം, വീടുകൾ എന്നീ വാക്കുകളുടെ അർത്ഥം ചേർന്ന് വരുന്ന ഒറ്റപ്പദം. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. പാഴ് സസ്യം, വീടുകൾ എന്നീ 2 വാക്കുകളുടെ അർത്ഥം ചേർന്ന് വരുന്ന ഒറ്റപ്പദം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, പുതിയ നിയമ പാഠഭാഗത്ത് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ പോയ സംവത്സരം എന്നർത്ഥമുള്ള ഒരു വാക്ക് ഏത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. പുതിയ നിയമ പാഠഭാഗത്ത് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ പോയ സംവത്സരം എന്നർത്ഥമുള്ള ഒരു വാക്ക് ഏത്? അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ 5 ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വിത്ത് റെഫറൻസ് അയച്ചോളൂ. ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം നാളെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ശരി ഉത്തരങ്ങളുമായിട്ട് നാളെ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.